ഓപ്പറേഷൻ ബന്ദർ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ ഈ ഓപ്പറേഷൻ നടന്ന് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ എയർബേസിൽ ഒരു വാർത്ത വരുന്നു. പാകിസ്ഥാൻ തിരിച്ചടിക്കൊരുങ്ങുന്നു. പാകിസ്ഥാന്റെ F-16, JF-17 എന്നിങ്ങനെ 4 വിമാനങ്ങൾ ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾ ആക്രമിക്കാൻ വരുന്നു. ഇവരെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ 4 സുക്കോയ് വിമാനങ്ങൾ ശ്രീനഗർ എയർബേസിൽ നിന്നും പറന്നു തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ ഇന്ത്യ ആ സത്യം മനസ്സിലാക്കി. പാകിസ്ഥാനിൽ നിന്നും വരുന്നത് 4 വിമാനങ്ങളല്ല, അത് 16 യുദ്ധവിമാനങ്ങൾ ആണെന്ന്. ഉടൻ തന്നെ ഇന്ത്യയുടെ സുക്കോയ്, MiG-21 എന്നിങ്ങനെയുള്ള യുദ്ധവിമാനങ്ങൾ കൂടി എത്തി. നിമിഷങ്ങൾക്കകം തന്നെ അമേരിക്കൻ നിർമ്മിതമായ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനത്തെ ഇന്ത്യയുടെ MiG-21 വെടിവെച്ചിട്ടു. ഇതിനിടയിൽ അറിയാതെ ഇന്ത്യയുടെ അതിർത്തി കടന്നുപോയ ഇന്ത്യയുടെ MiG-21 വിമാനത്തെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. അതിലെ പൈലറ്റായിരുന്നു അഭിനന്ദൻ വർത്തമാൻ. അങ്ങനെ അവർ അഭിനന്ദൻ വർത്തമാനെ പിടിച്ചുവെച്ചു. എന്നാൽ പാകിസ്ഥാൻ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അഥവാ എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ ഇന്ത്യ വീണ്ടും പാകിസ്ഥാന് തിരിച്ചടി നൽകും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ചർച്ചയ്ക്കൊക്കെ വിളിച്ചു എങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് അതൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് കാരണം 58 മണിക്കൂറുകൾക്ക് ശേഷം അഭിനന്ദൻ വർത്തമാൻ ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തി.